നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. തിരുസഭയുടെ ചരിത്രത്തിൽ വിശുദ്ധ പദവിയിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ കമ്പ്യൂട്ടർ പ്രതിഭ എന്ന ഖ്യാതിയോടെ കാർലോ അക്യൂട്ടിസിനെ 2025 ഏപ്രിൽ അവസാന വാരത്തിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കും. 2025 ജൂബിലി വർഷത്തിൽ ഏപ്രിൽ 25-27 ദിവസങ്ങളിലാണ് കൗമാരക്കാരുടെ ദിനം ആചരിക്കപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ വിശുദ്ധ പദവി പ്രഖ്യാപനം നടക്കുമെന്ന് ബുധനാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച പൊതുകൂടിക്കാഴ്ച സമ്മേളനത്തിൽ പാപ്പ വെളിപ്പെടുത്തി. കാർലോ അക്യൂട്ടിസിനെ ഒക്ടോബർ 10-നാണ് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത്. ഈ വർഷത്തെ തിരുപ്പിറവിയുടെ കാഴ്ചകൾ പ്രത്യേകമായി സമർപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ നാടിനോടുള്ള ആദരവായിട്ടാണെന്ന് വത്തിക്കാൻ. ഡിസംബർ 7-ന് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പരിശുദ്ധ സിംഹാസനത്തിനും മറ്റേ പ്രതിനിധി സംഘങ്ങൾക്കു മുമ്പാകെ പലസ്തീൻ സ്റ്റേറ്റ് എംബസിയുടെ പ്രാതിനിധ്യവും ഉണ്ടായിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് നേറ്റിവിറ്റി ഓഫ് ബെത്ലഹേം 2024 ഉദ്ഘാടനം ചെയ്യുന്നത്. ബെത്ലഹേമിൽ നിന്നുള്ള പ്രാദേശിക കരകൗശല വിദഗ്ധരായ ജോണി ആന്റോണിയ, ഫാറ്റൻ നസ്താസ് മിത്വോസി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ക്രിസ്തുമസ് നേറ്റിവിറ്റി രംഗങ്ങളിൽ രക്ഷകന്റെ അവതാരം, ജനനം, ജീവിതം, മരണം, പുനരുത്ഥാനം എന്നിവ ആവിഷ്കരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പ് പരസ്യവണക്കം ഇന്ന് ഓൾഡ് ഗോവയിലെ സേ കത്തീഡ്രലിൽ ആരംഭിച്ചു. 2 വർഷത്തെ ആത്മീയ ഒരുക്കങ്ങൾക്ക് ശേഷമാണ് പരസ്യവണക്കം ആരംഭിച്ചത്. രാവിലെ 9:30-ന് ബോം ജീസസ് ബസിലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഡൽഹി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ ജോസഫ് തോമസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലോകമെങ്ങും നിന്നുള്ള തീർത്ഥാടകരെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ഗോവ സർക്കാർ സജ്ജമാക്കിയിട്ടുള്ളത്. 2025 ജനുവരി 5-ന് പരസ്യവണക്കം സമാപിക്കും. കെനിയയുടെ പ്രസിഡന്റ് വില്യം സമോയി റൂട്ടോ സഭയ്ക്ക് വാഗ്ദാനം ചെയ്ത 5 മില്യൺ കെനിയൻ ഷില്ലിംഗ് നിരസിച്ച് നെയ്റോബി ആർച്ച് ബിഷപ്പ്. രാഷ്ട്രീയ സ്വാർത്ഥ ലാഭത്തിനായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനങ്ങളിൽ സഭ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് സുബിറ പറഞ്ഞു. സോവറ്റോയിലെ ഇടവകയിൽ പുതിയ റെക്ടറി പണിയുവാൻ 5 മില്യൺ കെനിയൻ ഷില്ലിംഗും ഇടവക കായിക സംഘത്തിനും പൊന്തിഫിക്കൽ മിഷണറി ചൈൽഡ്ഹുഡിനും 6 ലക്ഷം കെനിയൻ ഷില്ലിംഗും രാജ്യത്തിന്റെ പ്രസിഡന്റ് വില്യം സമോയി റൂട്ടോ കഴിഞ്ഞ ദിവസം സംഭാവന പ്രഖ്യാപിച്ചിരുന്നു. ഇവയാണ് ബിഷപ്പ് നിരസിച്ചത്. യൂറോപ്പിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരായ വിദ്വേഷ കുറ്റകൃത്യങ്ങളിൽ 2500 സംഭവങ്ങളിൽ 1000-ഓളം ആക്രമണങ്ങൾ നടന്നത് ഫ്രാൻസിലാണെന്ന് വെളിപ്പെടുത്തൽ. യൂറോപ്യൻ വാച്ച് ഡോഗ് ഗ്രൂപ്പിൽ നിന്ന് അടുത്തിടെ പുറത്തുവന്ന ഒരു റിപ്പോർട്ടിലാണ് ഈ പുതിയ കണ്ടെത്തലുള്ളത്. 2023 മുതൽ 2024 വരെ 35 യൂറോപ്യൻ രാജ്യങ്ങളിലായി 2444 ക്രിസ്ത്യൻ വിരുദ്ധ വിദ്വേഷ കുറ്റകൃത്യങ്ങളും വിവേചനത്തിന്റെയും അസഹിഷ്ണുതയുടെയും പ്രവൃത്തികളും പോലീസിന്റെയും സിവിൽ സൊസൈറ്റിയുടെയും ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ 232 എണ്ണം ക്രിസ്ത്യാനികൾക്കെതിരായ ഉപദ്രവം, ഭീഷണികൾ, ശാരീരിക ആക്രമണങ്ങൾ തുടങ്ങിയ വ്യക്തിപരമായ ആക്രമണങ്ങളാണ്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.